thank you for reminding me. Okay, now Alna Agustin, where is Alna? Alna, please read what are the hardwares that we need to install the software of multimedia. CPU, Pentium for processor for better performance, Yes. RAM 512 MB or more, color monitor, keyboard and mouse, speakers and headphones, CD-ROM, DVD-ROM, drive, sound card. Okay, this many items are necessary for the hardware, multimedia software installations. How to install? Installing a CD or DVD. Yesterday somebody said that they are having computers at home, and those who have computers at home, Federal environment. Teacher ഒന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ മോനെ മക്കളെ? യെസ് മോന്റെ ഫെഡറിന്റെ ഫോണിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? സ്പീക്കർ ഒന്ന് ഓൺ ആക്കിക്കേ മോനെ. ഫെഡറിന്റെ ബാക്കി എല്ലാ മക്കൾക്കും കേൾക്കുന്നുണ്ട്. അപ്പൊ ഫെഡറിന് എന്തെങ്കിലും നെറ്റ് പ്രോബ്ലം? മോനൊന്ന് എണീറ്റിട്ട് കുറച്ച് അപ്പുറത്തോട്ട് നീങ്ങിയിരിക്കാവോ? കാണാൻ പറ്റുന്നുണ്ടോ? കെൻ യു സീ മീ? വീഡിയോ കാണുന്നുണ്ടോ? മോനെന്തി പോയാ? വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞാൽ കേൾക്കുന്നുണ്ടോ മോനെ? അത് ടീച്ചർ ഫോൺ കോൾ വന്നാൽ പിന്നെ സൗണ്ട് കേൾക്കൂല. രാവിലെ അങ്ങനെ തന്നെ ക്ലാസ് പോയി. അതെയോ? ക്ലാസ് എടുക്കുന്ന സമയത്ത് വേറെ ഫോൺ വന്നാലല്ലേ? അതിനൊരു കാര്യം ചെയ്യണം. ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ഫോണ് എയറോപ്ലെയിൻ മോഡിലേക്ക് ഇടുക. എയറോപ്ലെയിൻ മോഡിൽ ഇടാൻ അറിയാവോ? എയറോപ്ലെയിൻ മോഡിൽ ഇട്ടാല് കോൾ വരത്തില്ല. അതറിയാം. അന്നേരം പിന്നെ ക്ലാസ് ഇതാക്കില്ല. ചിലപ്പം ഫോണ് കുറച്ച് ഹാങ് ഒക്കെ ആയതുകൊണ്ടുള്ള പ്രശ്നം വരുന്നതാണ്. സാരമില്ല കേട്ടോ. അതിന് അഥവാ ഉണ്ടെങ്കിൽ അങ്ങനെ കോൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലാസ് കട്ടായി എങ്കിൽ വീണ്ടും ഒന്നുകൂടെ റീജോയിൻ ചെയ്താൽ മതി കേട്ടോ. ടീച്ചർ ക്ലാസ് കട്ടായതല്ലേ, ഞാൻ കട്ടാക്കിട്ട് കേറിയതാ. അതെയോ? അത് കേൾക്കാത്ത കൊണ്ട് ഞാൻ വിചാരിച്ചു കട്ടാക്കിട്ട് കേറിയ കേക്കൂന്ന്. ശരി. Next, installing CD or DVD. We studied that in a laptop, computer, there is an CD drive. CD drive ഉണ്ട്, അല്ലെങ്കിൽ DVD ഇടാനുള്ള ഒരു ചെറിയ ഹോൾ, ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ലാപ്ടോപ്പിന്റെ ഒക്കെ ആണെങ്കിൽ ഈ സൈഡിലോട്ട് ചേർത്ത് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടറിന്റെ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ CPU-വിൽ തന്നെ അതിന് CD ഡ്രൈവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിനകത്തോട്ട് നമ്മൾ CD ഇൻസേർട്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് കാണാറുള്ളത്. Okay. Before we start playing a game or work on a software, we must need to install the program on the computer. So നമ്മൾ അത് തുടങ്ങുന്നതിന് മുന്നേ, ഇപ്പൊ നമ്മൾ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഒരു ഗെയിം ഈ മൊബൈൽ, നിങ്ങൾക്ക് ഗെയിം ആവുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം അല്ലേ? ഓക്കെ, ഗെയിം നമ്മൾ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ആദ്യം കളിക്കണമെങ്കിൽ അത് സംഭവം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. മൊബൈലിലാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? നിങ്ങളുടെയൊക്കെ മൊബൈലില് ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്താലല്ലേ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താലല്ലേ എടുത്ത് കളിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പൊ സപ്പോസ് നിങ്ങളുടെയൊക്കെ സൂമിലാണ് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. Am I correct? Yes, you are attending the class on Zoom application. So when you purchase the phone, when you got the new phone or when you purchased the phone, there was no Zoom application in your mobile phone. Then what happened? Afterwards you have installed it. അതായത് നമ്മുടെയൊക്കെ ഫോൺ വാങ്ങിച്ച സമയത്ത് അതിനകത്ത് സൂം എന്നൊരു ആപ്ലിക്കേഷൻ ഇല്ലായിരുന്നു. നമ്മൾ എന്നിട്ട് ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് എന്ത് ചെയ്തു? അല്ല, അത് തന്നെ, ഗുഡ് മോർണിംഗ്. നമ്മൾ എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്തു അല്ലെ? സൂം എന്ന ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ സൂം ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ഫോണിലൊക്കെ ഏതാണോ ആപ്ലിക്കേഷൻ ഉള്ളത് അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗൂഗിള് സെർച്ച് ചെയ്തിട്ട് സൂം എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ സൂമിന്റെ വന്നു, അതിലൊരു വേർഷൻ നമ്മൾ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മുടെ ഫോണിലേക്ക് അത് ഇൻസ്റ്റാൾ ആയി. അതിനുശേഷമാണ് നമ്മൾ ക്ലാസ്സിൽ കയറാൻ പറ്റിയത്. അപ്പൊ ഇതുപോലെ നമ്മുടെ മൊബൈലിൽ നമ്മളാണെങ്കിലും നമ്മൾ ഗെയിം ഒക്കെ കളിക്കണമെങ്കിൽ, ഏതെങ്കിലും മൊബൈലിൽ നമ്മൾ ഗെയിംസുകൾ കളിക്കണമെങ്കിൽ ആ ഗെയിം നമ്മുടെ ഫോണിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പുറത്തെ അവന്റെ ഫോണിൽ കയറുണ്ട്. ഇപ്പം എന്താ പറയട്ടെ, സൂര്യദേവന്റെ ഫോണിൽ ഒരു ഗെയിം ഉണ്ട്, അതുകൊണ്ട് ശ്രീദേവിന്റെ വീട്ടിൽ നിന്ന് കളിക്കാൻ പറ്റുമോ? ഇല്ല.
ശ്രീദേവിന് കളിക്കണമെങ്കിൽ ശ്രീദേവിന്റെ കയ്യിലുള്ള ഫോണിൽ തന്നെ ആ ഗെയിം ഉണ്ടാകണമെങ്കിലേ പറ്റുള്ളൂ അല്ലെ. So we have to install first. So like the same way in computer also, if you want to play any game or any multimedia processor in this, we have to install it first. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ ലാപ്ടോപ്പില് ഞാനിപ്പോ ഒരു എലിഫന്റിന്റെ ഗെയിം കളിക്കണം എന്ന് വെച്ചാൽ ആകില്ല, ഇതിനകത്ത് ഇല്ല സാധനം. ഇത് നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് അതെടുത്ത് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ ഓരോ കമ്പ്യൂട്ടറിലും ഓരോ മൊബൈലിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗെയിംസുകളാണുള്ളത്. നമുക്ക് അങ്ങനെ അത് മറ്റേ ആളുടെ ഫോണിലുള്ളത് കളിക്കണമെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു ഇൻസ്റ്റാൾ ദ പ്രോഗ്രാം ഓൺ ദി കമ്പ്യൂട്ടർ. Then അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫോളോ ദി സ്റ്റെപ്സ് ടു ഇൻസ്റ്റാൾ എ CD ഓർ DVD. ഇപ്പൊ നമ്മള് നമ്മുടെ ഫോണിൽ ഒരു ഗെയിം, സപ്പോസ് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാണ്. ഞാൻ എന്താ പറയുന്നത്, ഒരു പെൻഗിന്റെ ഗെയിം ഉണ്ട്. പെൻഗിൻ ഇങ്ങനെ പോയിട്ട് ഷൂട്ട് ചെയ്ത് അതിന്റെ പെൻഗിനെ ഷൂട്ട് ചെയ്യുന്നത് ഒരാള് അങ്ങനെ ഒരു ഗെയിം ഉണ്ട്. ഞാൻ നേരത്തെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം അവിടെ ചെയ്യിക്കാറുണ്ടായിരുന്നു. അപ്പൊ പെൻഗിൻ ഇങ്ങനെ പോകുമ്പോൾ പെൻഗിന് നമ്മുടെ കയ്യിൽ ഒരു സാധനമുണ്ട്, ഷൂട്ടർ, മറ്റേ പിസ്റ്റൾ പോലത്തെ തോക്ക് പോലത്തെ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പൊ കറക്റ്റ് പെൻഗിന്റെ തലയിൽ വെടി കൊണ്ടുവന്നാൽ പെൻഗിൻ താഴെ വീഴും. അങ്ങനെ കുറെ പെൻഗിൻസ് വരും. പെൻഗിൻ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അത് ചിലപ്പോൾ ഡൗൺ പാർട്ടിൽ വരും, മിഡിൽ പാർട്ടിൽ വരും, അപ്പ് പാർട്ടിലൊക്കെ വരും. എങ്ങോട്ടാണോ അപ്പൊ നമ്മൾ നമ്മുടെ ഗണ്ണ് തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. എത്ര പെൻഗിനെ നമ്മൾ ഒരു ടൈം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഗെയിമിന്റെ നമ്മൾ അങ്ങനെ വിൻ ആകുന്നത്. അങ്ങനത്തെ ഒരു ഗെയിം ഉണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ എബിൻ ബിജു പ്ലീസ് ലിസൺ. അത് എന്താടാ കൊച്ചു കള്ള കയ്യിലൊരു സാധനമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ, ഞാൻ കണ്ടു. ഓക്കെ, അപ്പം ഇതുപോലൊരു ഗെയിം നിങ്ങൾക്ക് കളിക്കാൻ തരണമെങ്കിൽ നമ്മുടെ ഈ ലാപ്ടോപ്പില് ഇപ്പൊ മിസ് ക്ലാസ് എടുക്കുന്ന ലാപ്ടോപ്പിൽ ആ സാധനം ഇല്ല. അപ്പൊ അതിന് ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്, നമ്മുടെ ഈ ലാപ്ടോപ്പിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്താലേ കളിക്കാൻ പറ്റുകയുള്ളൂ അല്ലേ. ഓക്കെ, സോ ഫസ്റ്റ് വാട്ട് ഐ ഹാവ് വിൽ ഡു ഈസ്, ആ ഗെയിം ഉള്ളത് സാധാരണ നമ്മളൊരു CD-യിൽ കയറ്റി വെച്ചിട്ടുണ്ടാകും. സോ CD-യിലോ DVD-യിലോ ഉണ്ടാകും, ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ദാറ്റ് ഫസ്റ്റ് we will insert that CD or DVD in the ഡ്രൈവ്. നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെ ലാപ്ടോപ്പിലുള്ള ഡ്രൈവിലേക്ക് ആ CD ആദ്യം ഇൻസേർട്ട് ചെയ്യും, ആദ്യം കയറ്റി ഇടും. സോ ഇൻസേർട്ട് ദ CD or DVD in the CD drive. ഡബിൾ ക്ലിക്ക് ഓൺ മൈ കമ്പ്യൂട്ടർ ഐക്കോൺ. അതിനുശേഷം നമ്മുടെ ഇതില് മൈ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഞാൻ അതൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നോക്കട്ടെ കിട്ടുവോന്നേ. Okay, can you see anything? ഇപ്പൊ സ്ക്രീനിൽ ഒരു സംഭവം കാണുന്നുണ്ടോ നിങ്ങള്? ഓക്കെ, ഇതില് ഓക്കെ, ഇത് നമ്മള് ദിസ് PC എന്ന് പറയുന്ന നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു എന്താണ് ആൻഡ്രോസ് പ്രിൻസ്. ഓക്കെ, ഇനി ആരും മറിച്ചേക്കല്ലോട്ടോ ഇതിനകത്ത് സ്ക്രീനിലേക്ക്. നെക്സ്റ്റ് ഇതിൽ നമ്മള് ഫസ്റ്റ് നമ്മുടെ CD അല്ലെങ്കിൽ DVD ഏതിലാണോ നമ്മുടെ ഗെയിം ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഏതിലാണോ ഉള്ളത് അത് നമ്മള് CD ആണെങ്കിൽ CD, DVD ആണെങ്കിൽ DVD ഇടുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതില് ക്വിക്ക് ആക്സസ്, ഡെസ്ക്ടോപ്പ്, ഡൗൺലോഡ്സ്, പിക്ചേഴ്സ്, ഡോക്യുമെന്റ്സ്, സൂം, വൺ ഡ്രൈവ്, ദിസ് PC നെറ്റ്വർക്ക് എന്നും പറഞ്ഞുണ്ട്. ഇതില് നമുക്ക് മൈ കമ്പ്യൂട്ടർ എന്നും പറഞ്ഞുകൊണ്ടാണ് വരേണ്ടത്. മൈ കമ്പ്യൂട്ടറിലാണ് ദിസ് PC. ഇനി ഇതിനകത്ത് ഇതാ ലോക്കൽ ഡിസ്ക്, DVD ഡ്രൈവ്, ന്യൂഡ് വോളിയൂം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പുതിയത് ഇത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അപ്പൊ നമ്മള് ഒന്നെങ്കിൽ നമുക്ക് ഈ DVD ആയിട്ടിരിക്കുന്ന DVD ഡ്രൈവ് എടുക്കാം. പക്ഷെ നമുക്കിപ്പോ ഇതിനകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ആവശ്യമില്ല. പിന്നെ
ഡബിൾ ക്ലിക്ക് ഓൺ ദ ഐക്കോൺ വിത്ത് ദ പ്രോഗ്രാം. ഇനി ഐക്കോൺ ഇങ്ങനെയാണ്, അത് നമുക്ക് ഇതാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ദിസ് പി സിയിൽ വന്നിരിക്കുന്നതാണ്, ദിസ് പി സിയിൽ വന്ന പിക്ചറാണിത്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ഓൺ മൈ കമ്പ്യൂട്ടർ. അപ്പം ദിസ് പി സിയിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇതിനകത്ത് ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഡിവിഡിക്ക് ഞാൻ ക്ലിക്ക് ചെയ്ത പാടെ വന്നു, പക്ഷെ ഇവിടെ ഓപ്പൺ ആയി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലോ. നമ്മളൊരു പെൻ ഡ്രൈവാ കുത്തിരിക്കുന്നെങ്കിൽ റിമൂവബിൾ ഡിസ്ക് എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, ശരി. വെയിറ്റ്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ നോക്കിയത്, പക്ഷെ അത് കിട്ടുന്നില്ല നമ്മുടെ ഇതിൽ. ശരി, നിങ്ങൾ ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി, ഞാനിപ്പോ കാണിച്ചു തന്നെയാണ്. ആദ്യം നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ? ഇത് ഇങ്ങനെ നമുക്ക് വരും. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. പക്ഷെ നമുക്കിപ്പം DVD CD ഒന്നും ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇതില് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ഓൺ ദി ഐക്കോൺ വിത്ത് യുവർ പ്രോഗ്രാം സോഫ്റ്റ്വെയർസ് നെയിം. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓപ്പൺ സെറ്റിംഗ്സ്, ആഡ് നെറ്റ്വർക്ക് ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞത് നമുക്കിപ്പം നമ്മുടെ CD ഇപ്പൊ നമ്മൾ ഇട്ടൊരു CD അതിനകത്ത് കാണിക്കും. CD നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഇട്ട CD ഏതാണെന്ന് വെച്ചാൽ അതിവിടെ നമ്മുടെ ഈ സ്ക്രീനിൽ ഇവിടെ കാണിക്കും. അപ്പൊ റിമൂവബിൾ ഡിസ്ക് എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ CD ഡ്രൈവ് അതിനകത്ത് കാണിക്കും. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഗെയിം ഏതാണോ നമുക്ക് വേണ്ടത്, നമ്മളിപ്പോ പെൻഗ്വിന്റെ ആണ് സപ്പോസ് എടുക്കാൻ പോകുന്നതെങ്കിൽ ആ പെൻഗ്വിന്റെ ഗെയിമിൽ ക്ലിക്ക് ചെയ്യുക. If the installation does not begin, double click on the setup icon, figure 10.3. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ കൊടുക്കാം. ഓക്കെ, അത് നമ്മൾ CD ഇട്ടതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ if it does not start, അത് സ്റ്റാർട്ട് ആയിട്ടില്ല എങ്കിൽ ഡബിൾ ക്ലിക്ക് അടിക്കുക. എന്നിട്ട് സെറ്റപ്പ് ഐക്കോണിലെ ചിത്രത്തിൽ നോക്കിയ പേജ് 94 രണ്ടാമത്തെ ചിത്രം നോക്കിയേ, അതിനകത്ത് സെറ്റപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാർക്ക് ഉണ്ടോ? So if it is not installations are not yet started, you have to click on setup. Okay, adile click cheyyuka. Then follow the instructions to install the program software that appears on the screen. appo screen ile message varum, adupole nammal cheyyuka. Okay, so what we have to do, installing a multimedia program.
First we have to install the insert the CD or DVD in which the program is containing. Program ulla CD or DVD nammal insert cheyanam. Then we have to double click on my computer. My computer click cheyyuka. My computer click cheyidittu my computer ennulla icon illa allengil my computer ennu ezhudiyekkunnilla click cheyyuka. Adinu shesham nammade ഞാൻ മുമ്പേ കാണിച്ച പോലത്തെ സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ നമ്മുടെ സിഡിയുടെ ചിത്രം ഉണ്ടാകും. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് ഏത് പ്രോഗ്രാം ആണോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് പതിയെ പതിയെ ഇൻസ്റ്റാൾ ആകും. സോ വിതിൻ 1 second ഇറ്റ് വിൽ നോട്ട്, സംടൈംസ് ഇറ്റ് വിൽ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ്. ചിലപ്പോൾ 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ എടുക്കും അതൊന്ന് ഇതിനകത്തോട്ട് ഇൻസേർട്ട് ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ. Okay, next fill in the blanks. Take a pencil. Multimedia contents is generally available on dash. CD-ROMs. CD-ROMs. CD. വലിയ capital letter എഴുതണം കേട്ടോ. CD-ROMs. Wait 1 second. CD-ROMs. Second question, what? Abdul Basit. Abdul Basit, please delete all this. Erase it. What is the second question? CBT stands for? Computer based training. Computer based training. Computer based training. Next, third one. A color monitor with a dash resolution is required to support multimedia. Hardware required. Wait, multimedia computer must follow the hardware. Color monitor. What is the question? Color monitor with a dash resolution is required to support multimedia. What is the answer to that you said? Hardware required. No. Color monitor with a one second. Back answer. ഇവിടെ എല്ലാം അല്ലേ പിന്നെ എഴുതേണ്ടി വരും. ക്ലിയർ ഇല്ല, ക്ലിയർ ഇല്ല.
ഹാർഡ്വെയർ റിക്വയർഡില് വരുന്നതാണ് നമ്മുടെ കളർ മോണിറ്റർ. കളർ മോണിറ്ററിന്റെ കൂട്ടത്തില് വേറെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു Pentium 4 processor തോന്നുന്നു. Pentium 4. Pentium 4 processor. Next, before working on a particular software, you need to install the program in your computer. Install. 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 Okay. Have you completed? Yes. 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 Next, playing an audio or video CD. നമ്മളൊരു ഓഡിയോയുടെയോ വീഡിയോയുടെയോ ഒക്കെ CD പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോ CD ഇട്ടു. ഇവിടെ ചിത്രത്തിൽ നോക്കിയാൽ പേജ് 95 ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഹൗ ടു ഇൻസേർട്ട് CD. CD-യുടെ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. Who is that in between? Can you see now? കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീനില്? No. ഒന്നും കാണുന്നില്ലേ? No, Miss നേരത്തെ എഴുതിയത് മാത്രമേ കാണുന്നുള്ളൂ. അതെയോ? Copy a അതാണ് CD കാണുന്നത്. to your Okay, Windows okay, okay. Vista PC. First, place the Wait. There. until you locate it. ഇപ്പൊ കാണാം മിസ്. ഓക്കെ ഇപ്പൊ വരും. ശരി ഓക്കെ. To copy a CD to your Windows Vista. ഓക്കെ സി ഇപ്പൊ കണ്ട നിങ്ങള് അതിന്റെ CD-ROM എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന്റെ ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. ആരോൺ പ്ലീസ് ലുക്ക് അറ്റ് ദ സ്ക്രീൻ. To copy a CD to your Windows. ഓക്കെ ഇപ്പൊ ഇവിടെ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതാണ് CD-ROM. ഇൻസേർട്ട് CD ഇതിനകത്തോട്ടാണ് നമ്മൾ CD or DVD how to insert. This is the CPU of a computer, isn't it? ഇത് കമ്പ്യൂട്ടറിന്റെ CPU ആണ്. എന്താ മോനെ ആരോടെ എന്ത് പറ്റി? മോനെന്തുപറ്റിയേ? Okay, ഇത് CPU of this is the CPU of a computer and here this is the CD-ROM. CD-ROM ആണ്. ഇതിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരും.
to your Windows Vista PC. First, to your Windows Vista PC. To copy a CD to your Windows Vista PC, first, place the CD in your CD-ROM. Okay. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആരോണിന്റെ കൂടെയുള്ള മക്കൾ ശ്രദ്ധിച്ച ക്ലാസ് ആണ്. മറ്റു കുട്ടികൾ പുറത്തു വയ്ക്ക്. ആരോണെ where is your mummy? Please unmute. അവരെ അവിടുന്ന് പുറത്താക്കാൻ പറഞ്ഞ മോന്റെ അടുത്തുനിന്ന് ക്ലാസ് നടക്കുന്നില്ല. Okay. Sorry, see, look here. This is a CD-ROM. Here one button is there. If you click on this, it will be opened. This click ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇത് ഓപ്പൺ ആയിട്ട് വരും. Then we can insert the CD or DVD into that. And then അത് ഇതിൽ വരും. Okay. DVD drive. Choose Start, then Computer. പിന്നെ ഇവിടെ വന്ന മൈ കമ്പ്യൂട്ടർ. ഇത് ഓർമ്മയില്ലേ മിസ് കാണിച്ചെന്നേ? പിന്നെ ആ CD ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വന്ന് മൈ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ DVD ഇൻസേർട്ട് ചെയ്തതിന്റെ ചിത്രം വരുന്നുണ്ട്. നെക്സ്റ്റ്. Computer window, double-click the CD-ROM drive item to open it. If the file or folder that you want is stored within another folder, double-click the folder or a series of folders until you locate it. Okay, then we have to when you find the file you want, click it to select it. Then press Ctrl and C on your keyboard to copy it. Depending on how you choose to display files and folders, you might see text listings as icons, or even thumbnail representations of file contents. Okay, now did you understand? ഇപ്പൊ മനസ്സിലായോ? Okay. ഇനി are you fond of music? ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോ കുറേ സംഭവങ്ങൾ അതിനകത്ത് ഇൻസ്റ്റാൾ വെച്ച് കുറേ സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതല്ല അതിൽ ഏതാണോ നമുക്ക് വേണ്ടത്, we have to double click on it. Then Fatima, please turn this side. Okay, then double click it, then it will be opened. So do you want to watch a movie CD that you have brought? You can use Windows Windows Media Player to play music or watch movies. Follow these instructions to use Windows Media Player. ഇതേ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് CD അല്ലെങ്കിൽ DVD അതിനകത്ത് ഇടുന്നു. പിന്നെ നമ്മൾ മൈ കമ്പ്യൂട്ടറിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസ്കിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് അതില് നമ്മുടെ CD-യുടെ ഇത് വരും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. Then it will be opened. Okay. So you can use Windows Media Player to play music or watch movies. Follow this instruction to use the Media Player. Put the audio or CD label side up in the CD-ROM. അത് ഇടുന്നത് കൊണ്ട് നേരെ തല തിരിച്ചിടാൻ പാടില്ല. നമ്മൾ നേരെ ലേബൽ വരുന്ന സൈഡ് അപ്പ് സൈഡ് ആയിട്ട്. Then close the drive. A dialog box open. Select a video play audio or CD using Windows Media Player option. Click on OK. അപ്പൊ നമ്മളിപ്പം കാണിച്ച മിസ് ആ CD അതില് വീഡിയോ ഷെയർ ചെയ്തപ്പം കാണിച്ച അത് തന്നെയാണ് സംഭവം. നെക്സ്റ്റ്, ഫോളോ ദി സ്റ്റെപ്സ് if the CD does not start playing. ഇപ്പൊ നമ്മൾ ക്ലിക്ക് ഒക്കെ ചെയ്തു, പക്ഷെ ആ CD വർക്ക് ആകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ക്ലിക്ക് ഓൺ ദി സ്റ്റാർട്ട് ബട്ടൺ. താഴെ നമ്മൾ വന്നിട്ട് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. Then select program, then accessories, then entertainment. ഇവിടെ ചിത്രം നോക്കിയാൽ 95-ലെ ലാസ്റ്റ് പിക്ചർ നോക്കിക്കേ. പേജ് നമ്പർ 95 ലാസ്റ്റ് പിക്ചർ. സോ ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഒരു വിൻഡോസ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ കറുത്ത കളറിൽ വന്നിട്ടില്ലേ, മാർക്ക് ചെയ്തായിരിക്കുന്നേ, this one programs. Okay, click on programs. Then after അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് ഇപ്പോഴത്തെ ആക്സസറീസ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് ഇത് വരുന്നുണ്ട്. അതിൽ ആക്സസറീസിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ എന്റർടൈൻമെന്റിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ വിൻഡോസ് മീഡിയ പ്ലെയർ ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഫസ്റ്റ് വി ഹാവ് ടു ക്ലിക്ക് ഓൺ സ്റ്റാർട്ട്, ദെൻ പ്രോഗ്രാംസ്, then accessories, then entertainment and Windows Media Player. Okay. അപ്പൊ നമ്മള് പേജ് 96 എടുത്ത് അത്രയും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഈ പേജ് 96-ലെ ഫസ്റ്റ് ചിത്രത്തിൽ വന്നിരിക്കുന്ന പോലെ വിൻഡോസ് മീഡിയ പ്ലെയർ വിൻഡോ ഓപ്പൺ ആകും.
എന്നിട്ട് ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ മ്യൂസിക് ഒക്കെ വരുമ്പോ ഒരു സാധനത്തിന്റെ ചിത്രം വരികയല്ലേ ഇങ്ങനെ സ്പൂൺ പോലത്തെ ഒരു സാധനം ഇത് അതുപോലെ വരും. അത് നമ്മൾക്ക് പാട്ട് കേൾക്കാൻ പറ്റും. In the Windows Media Player, Windows select file and then open. അതിനകത്തുള്ള ഏത് പാട്ട് ഇപ്പം കുറെ പാട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് select the file that you want to open. ഓക്കെ. എന്നിട്ട് നമ്മൾ ഈ ഇതിനകത്ത് പറഞ്ഞാൽ ഇതുപോലെ വരും. എന്നിട്ട് ഇപ്പുറത്തെ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ കൊടുത്താൽ പാട്ട് വരാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ സിനിമയൊക്കെ ആണെങ്കിലും ഒരെണ്ണേ ഉണ്ടെങ്കിൽ ഓക്കെ വേറെ ഒന്നും ക്ലിക്ക് ചെയ്യാനില്ല പറഞ്ഞേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ കുറേ കൂടെ അതിലേതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. Click on the play button on the Windows Media Player window and enjoy. Then നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. നമ്മുടെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. വല്ലതും വരുമോ നോക്കട്ടെ. അത് എവിടുത്തെ പാട്ടൊക്കെ കേൾക്കുന്നേ? നിങ്ങൾ തന്നെ പാടാൻ തുടങ്ങിയാ? കമ്പ്യൂട്ടർ പാടുന്നതിന് പകരം നമ്മുടെ ഇതിനകത്ത് ആവുന്നില്ല. ഇതിനകത്ത് ഇൻസേർട്ട് ആവുന്നില്ല കേട്ടോ, ശരിയാവുന്നില്ലേ? എനിവേ അല്ലെങ്കിൽ ഞാനത് നിങ്ങളെ ഒന്ന് പാട്ടൊക്കെ ഇട്ട് കേൾപ്പിക്കാമായിരുന്നു. ശരി. ഓക്കെ, നെക്സ്റ്റ് വിൻഡോസ് മീഡിയ പ്ലെയർ ബട്ടൺസ്. ഇവിടെ ഏതൊക്കെ ബട്ടൺ തന്നിരിക്കുന്നത് നോക്കുക. ചിത്രങ്ങൾ നോക്കണം ഓരോന്നിന്റെ. ഫസ്റ്റ് ചിത്രം നോക്കിയ പ്ലേ ബട്ടൺ. പ്ലേ ബട്ടൺ ഒരു ആരോ മാർക്കാണ് കണ്ടോ, പേജ് 96. Did you see that? Okay, so it plays a selected item. Second one വന്ന് സ്ക്വയർ പോലെയാണ്, that is